ഇനി തൊട്ട് പവർ ടീം ഒരു ടീമായിട്ട് തന്നെ കളിക്കണം എന്നുള്ളതാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് എല്ലാ ഗെയിംസിലും ഒക്കെ. ആഴ്ച വരെ പവർ ടീമിന് ഒന്നിലും പങ്കെടുക്കണ്ടായിരുന്നു. നാളെ തൊട്ടുള്ള ടാസ്കുകളിൽ ജയിക്കുന്ന ആളായിരിക്കും അപ്പൊ ക്യാപ്റ്റൻ ആവുന്നതും ആ ക്യാപ്റ്റൻ ആയിരിക്കും അടുത്ത പവർ ടീമിനെ തീരുമാനിക്കുന്നത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ടീമുകൾക്ക് അപ്പോൾ ഓരോ കളർ അതുകൊണ്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. പവർ ടീമിന് പച്ച കളറാണ് കൊടുത്തിട്ടുള്ളത്, ഡെന്നിന് മഞ്ഞയും, ടണലിന് ചുവപ്പും, അതുപോലെ നെസ്റ്റിന് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഋഷിനും ഗബ്രീനും ശ്രീധുവിനെ ഇപ്പോൾ ഓരോ ടീമിലേക്ക് ഇടാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ടണലിലേക്കാണ് ഋഷിനെ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഋഷി, അഭിഷേക് ശ്രീകുമാർ, നോറയാണ് അപ്പൊ ടണലിലുള്ളത്. ശ്രീധുവിന് ഡെന്നിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ജിൻഡോയും ജാസ്മിനും ശ്രീധുവും അൻസിബിയാണ് അവിടെ ഉള്ളത്. ഗബ്രീനെ നെസ്റ്റിലേക്കുമാണ് ഇട്ടിട്ടുള്ളത്. അപ്സരയും സിജോയും അർജുനും ഗബ്രിയാണ് ഇപ്പൊ ആ ടീമിലുള്ളത്. അവരപ്പോൾ ഇനി ഫ്ലോർ ക്ലീനിങ് ആണ് ചെയ്യേണ്ടത്. ജാസ്മിന്റെ ഒക്കെ ടീം കിച്ചൺ ഡ്യൂട്ടി ആണ് ചെയ്യേണ്ടത്. ടണൽ ആണെങ്കിൽ ബാത്റൂം ആണ് ചെയ്യേണ്ടത്. പവർ റൂമിലേക്ക് കയറാൻ താല്പര്യമുള്ളവർക്ക് എണീറ്റ് നിൽക്കാൻ പറയുമ്പോൾ രതീഷ് ചോദിക്കുന്നുണ്ടായിരുന്നു രതീഷിന് എണീറ്റ് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ രതീഷിനോട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ രതീഷ് അതിഥിയായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. രതീഷ് ഇപ്പോൾ ഒരാഴ്ച നിന്നിട്ട് പുറത്തു പോകുമെന്നാണ് തോന്നുന്നത്. രതീഷ് പ്രത്യേകിച്ച് ഒരു ടീമിലോ ഒന്നും തന്നെ ഇല്ല, അതിഥിയായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്നും തന്നെ മിണ്ടാനോ ചെയ്യാനോ ഒന്നും പറ്റാതെ രതീഷ് എന്തിനാണ് അവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.